ഹായ് നമസ്കാരം. എല്ലാവർക്കും ബുക്ക് ട്യൂബിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആകാംക്ഷയോടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് മാത്സ്. ഇന്ന് റീവാലുവേഷൻ ക്യാമ്പിലെ മാത്സിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മാത്സ് പേപ്പർ നോക്കിയ ഒരു ടീച്ചറുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. ആ ടീച്ചറിൽ നിന്നാണ് കോൺടാക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു ടീച്ചർ പേപ്പർ നോക്കിയ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തു. കൃത്യസമയത്ത് തന്നെ വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ വാല്യുവേഷനൊക്കെ കഴിഞ്ഞു, പേപ്പറൊക്കെ തിരികെ കൊടുത്ത് ഇവരൊരു ലാസ്റ്റ് ഒരു പ്രോസസ്സിംഗ് ഉണ്ട്, ഈ മാർക്ക് എഴുതി കൊടുക്കുക എന്നുള്ളത്. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും തെറ്റ് കൂടാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മിസ്റ്റേക്ക് വന്നാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അതത്ര ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് തന്നെ വൈകിട്ട് ടീച്ചേഴ്സൊക്കെ ഇറങ്ങാനൊക്കെ കുറച്ച് ലേറ്റാകും, കാരണം അത്രയും കൃത്യതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ മാത്സിൻ്റെ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ ഒരുവിധം ലിബറലായിട്ടാണ് പേപ്പർ നോക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതല്ല, മറ്റ് സബ്ജക്റ്റുകളെ അപേക്ഷിച്ച് SSLC മാത്സ് ഒരുവിധം ഈസി ആയിരുന്നു. എല്ലാ കുട്ടികളെയും പാസ്സാകുന്ന രീതിയിലുള്ളൊരു എക്സാം ആയിരുന്നു എന്നാണ് തുടക്കത്തിൽ തന്നെ അറിയാൻ കഴിഞ്ഞത്. അതുതന്നെ പേപ്പറിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏകദേശം ടീച്ചർ പേപ്പർ നോക്കിയാൽ ഒരു 4-5 കുട്ടികൾക്ക് ഫുൾ മാർക്ക് തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ആരും അങ്ങനെ തോറ്റതായിട്ട് പറഞ്ഞില്ല. കാരണം മാത്സ് പൊതുവെ ഈസി ആയിട്ട് തന്നെ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ടീച്ചർ നോക്കിയ പേപ്പറിൽ ആരും തോറ്റിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലിബറലാവാൻ ലിബറലായിട്ടാണ് പേപ്പർ നോക്കിയതെന്നും പറഞ്ഞിരുന്നു. കാരണം ചില ദിവസങ്ങളിൽ അവിടുത്തെ ചീഫ് പറയും, നിങ്ങൾ സ്ട്രിക്റ്റ് വാല്യുവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ലിബറലായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഇതായിരുന്നില്ല. ലിബറലായിട്ട് തന്നെയാണ് നോക്കിയത്. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ വന്നത് പ്രമാണിച്ച് കുട്ടികളെ ഓൾ പാസ് ആക്കാനുള്ളൊരു തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റായിട്ട് വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് കിട്ടിയ വിവരം എന്ന് കരുതി അതിന് വരുന്ന സബ്ജക്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ കഴിയില്ല. അതിനുള്ള വിശേഷങ്ങൾ ഇനി ടീച്ചേഴ്സ് പേപ്പർ നോക്കിയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ മാത്സിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയായിരുന്നു? ഒരുവിധമുള്ള കുട്ടികളെല്ലാം പാസ്സാണ്. വാല്യുവേഷൻ ലിബറലായിരുന്നു. പിന്നെ നന്നായിട്ട് എല്ലാ പേപ്പറും നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നല്ല മാർക്കുകളാണ് കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത ദിവസം മറ്റൊരു സബ്ജക്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് എത്താം. ടീച്ചേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ അറിയുന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ല് ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.